ഒരു പരമ്പരയെ സ്മരിച്ചുകൊണ്ട് നമുക്ക് ഓമിത്യേതക്ഷരം ഇദം സർവം തസ്യോപം വ്യാഖ്യാനം ഭൂതം ഭവത് ഭവിഷ്യതി സർവമോംകാര ഏവ യച്ഛാന്യതൃകാലാതീതം തദപ്യോംകാര ഏവ. സർവം ഹേതബ്രഹ്മ അയമാത്മാ ബ്രഹ്മ സ്വയമാത്മാ ചതുഷ്പാദ്. ജാഗരികസ്ഥാനോ ബഹിപ്രജ്ഞസപ്താംഗ ഏകോനവിംശതിമുഖ വൈശ്വാനര പ്രഥമപാദഃ. സ്വപ്നസ്ഥാനോ അന്തഃപ്രജ്ഞസപ്താംഗ ഏകോനവിംശതിമുഖ പ്രവിക്തഭുക്തേജസോ ദ്വിതീയപാദഃ. യത്ര സുപ്തോ ന കഞ്ചന കാമം കാമയതേ ന കഞ്ചന സ്വപ്നം പശ്യതി തസ്സുഷുപ്തം സുഷുപ്തസ്ഥാന ഏകീഭൂത പ്രജ്ഞാനഘനൈവാനന്ദമയോ ഹ്യാനന്ദഭുക് ചേതോ മുഖപ്രജ്ഞസ്തൃതീയപാദഃ. യേശ സർവേശ്വര യേശ സർവജ്ഞ യേശ അന്തര്യാമി യേശ യോനിഃ സർവസ്യ പ്രഭവാപ്യോ ഹി ഭൂതാനാം. മന്ദപ്രജ്ഞം ന ബഹിപ്രജ്ഞം നോ ഭേദപ്രജ്ഞം ന പ്രജ്ഞാനഘനം ന പ്രജ്ഞം നാപ്രജ്ഞം അദൃശ്യം അവ്യവഹാര്യം അഗ്രാഹ്യം അലക്ഷണം അചിന്യം അവിപദേശം ഏകാത്മപ്രത്യസാരം പ്രപഞ്ചോപശം ശാന്തം ശിവം അദ്വൈതം ചതുർത്ഥം മന്യന്തേ സ ആത്മാ സ വിജ്ഞേയഃ. സ്വയമാത്മാധ്യക്ഷരം ഓംകാരോ അധിമാത്രം പാദമാത്ര മാത്രാശ്ച പാദ അകാര ഉകാരോ മകാര ഇതി. ജാഗരിതസ്ഥാനോ വൈശ്വാനരോ അകാരഃ പ്രഥമാ മാത്ര അഭേദാദിമത്വാദ്വാ ആപ്നോതിഹ വൈ സർവാൻ കാമാൻ ആദിശ്ച ഭവതി യൈവം വേദ. സ്വപ്നസ്ഥാനത്തൈജസ ഓകാരോ ദ്വിതീയാ മാത്ര ഉത്കർഷാദോഭയത്വാദ്വാ ഉത്കർഷതിഹ വൈ ജ്ഞാനസന്തതിം സമാനശ്ച ഭവതി ന സ്യാദ് ബ്രഹ്മവിദ് കുലേ ഭവതി യൈവം വേദ. സുഷുപ്തസ്ഥാന പ്രാജ്ഞോ മകാരസ്തൃതീയാ മാത്ര മിതേരപീതേർവാ മിനോദിഹ വാ ഇദം സർവം അപീദിശ്ച ഭവതി യൈവം വേദ. മാത്രശ്ചതുർത്ഥോ വ്യവഹാരിഃ പ്രപഞ്ചോപശമസ്യോ അദ്വൈതൈവം ഓംകാര ആത്മൈവ സംവിശതി ആത്മനാ ആത്മാനം യേവം വേദ.
ഒന്നാമത്തെ ശാന്തി പ്രകടനത്തിൽ 90ാമത് കാര്യം. ഹേയ ജ്ഞേയ ആപ്യപാക്യാനി വിജ്ഞേയാനി അഗ്രയാണതഃ തേഷാം അന്യേത്ര വിജ്ഞേയാത് ഉപലംഭതൃഷു സ്മൃത. ഇവിടെ 4 കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. ഒന്ന്, ഹേയം, ത്യാജ്യമായിരിക്കുന്നു. ലൗകികം, ശുദ്ധലൗകികം, ലോകോത്തരം, ജാഗ്രത, സ്വപ്ന, സുഷുപ്തി. അത് നമ്മൾ വിശദീകരിച്ചു. രണ്ടാമതൊന്ന് ജ്ഞേയം, അത് വ്യാഖ്യാനിച്ചു. ചതുഷ്കോടി വർജിതം പരമാർത്ഥതത്വം അസ്തി നാസ്തി അസ്തി നാസ്തീതി നാസ്തി നാസ്തീതി എന്നെല്ലാം മുമ്പ് വിശദീകരിച്ച പരമാർത്ഥതത്വം അത് ജ്ഞേയം. ആപ്യം, അതും കഴിഞ്ഞ തവണ വിശദീകരിച്ചു. അവിടെ പറഞ്ഞു ഇത് പ്രധാനമായും പറയുന്നത് ഭിക്ഷുവിന് വേണ്ടിയിട്ടാണ്. എങ്ങനെ ഏഷണാത്രയത്തെ ത്യജിച്ച ഭിക്ഷു അവൻ ആർജിക്കേണ്ടത് പാണ്ഡിത്യം, ബാല്യം, മൗനം. അത് വിശദീകരിച്ചു. ശ്രവണം, മനനം, നിത്യാസനം. അവസാനം പറഞ്ഞത് പാക്യം, പചിക്കേണ്ടത്. കഷായാഖ്യാനി പക്തവ്യാനി, അതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തത്. കഷായം, അതെന്താണ് കഷായം? രാഗദ്വേഷമോഹാദയോ ദോഷാഹ. അതാണ് പചിക്കേണ്ടത്. അതെങ്ങനെ പചിക്കണം? രാഗദ്വേഷമോഹങ്ങളെ അത് സാധാരണ പചിക്കുന്നത് പാകം അഗ്നി കൊണ്ടാണ് പാകം സംഭവിക്കുന്നത്. ഉള്ളിലായാലും പുറത്തായാലും. അതുപോലെ ഇവിടെ അഗ്നി എന്താണ്? ജ്ഞാനം തന്നെ. ജ്ഞാനാഗ്നി കൊണ്ട് അതിനെ പചിക്കുന്നു. ജ്ഞാനാഗ്നി സർവകർമാണി ഭസ്മസ, സർവകർമ്മങ്ങളെയും ജ്ഞാനം പചിക്കുന്നു എന്ന് പറയുന്നു. ആ ജ്ഞാനം എന്ന് പറയുന്നത് ആത്മബോധം, ചരമജ്ഞാനം, അവസാനത്തെ ജ്ഞാനം. ഇവിടെ രാഗദോഷങ്ങളെ, മോഹങ്ങളെല്ലാം പചിക്കുന്നത് വിവേകം. വിവേകം കൊണ്ട് അതിനെ ഇല്ലായ്മ ചെയ്യണം. വിവേകം കൊണ്ട് അത് സാധ്യമാകും ഈ ദോഷങ്ങളെ പചിക്കാൻ. മറ്റുപായൊന്നുമില്ല. രാഗാദികൾ വളരെ രൂഢമായി സംസ്കാര രൂപത്തിലായാലും അതിനെയും വിവേകം കൊണ്ടേ നശിപ്പിക്കാൻ പറ്റും. ഒരാൾ വിവേകിയാണ്, പക്ഷെ അയാള് രാഗാദികൾക്ക് അടിമപ്പെട്ടു പോകുന്നു. അവിടെയും അതിനുപായം ആ വിവേകദാർഢ്യം തന്നെ. വിവേകത്തിന് ദൃഢതയില്ലാത്തതുകൊണ്ട് രാഗാദികൾക്ക് വശംവദനായി പോകുന്നു. മറ്റേതെല്ലാം ഉപായങ്ങളിലൂടെ ആയാലും ശരി. മറ്റ് ഉപായങ്ങൾ സാധാരണ രാഗാദികളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി നമ്മൾ സ്വീകരിക്കുന്ന ജപതപം, മറ്റും
ശരീരപീഡ ഉൾപ്പെടെയുള്ള തപസ്, അഹിംസ, സത്യം, അസ്തേയം, ബ്രഹ്മചര്യം തുടങ്ങിയ നിഷ്ഠകൾ, ഇതൊന്നും തന്നെ പൂർണ്ണമായും ഫലവത്തല്ല, വിവേകം കൂടാതെ. വിവേകമാണ് മുഖ്യമായ ഉപായം. അതുകൊണ്ടാണ് അതിനെ പചിക്കുക എന്ന് പറയുന്നത്. പാകം അഗ്നിയിലൂടെ സാധ്യമാകും. അതുപോലെ ഈ ദോഷങ്ങളുടെ പാകവും ജ്ഞാനാഗ്നിയിലൂടെ സാധ്യമാകും. അതിനെ ഇവിടെ പറഞ്ഞു എന്താണോ ഭിക്ഷുണ, ഇതെല്ലാം ഭിക്ഷുവിന് വേണ്ടി പറയുന്ന, സാധാരണക്കാരന് വേണ്ടി, ഭിക്ഷു അല്ലാത്തവന് വേണ്ടിയാണ്. സാധാരണക്കാരെന്ന് പറഞ്ഞാൽ ഭിക്ഷു അല്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം ഇതിലൊന്നും അങ്ങനെ തീവ്രമായി പരിശ്രമിക്കാൻ സാധ്യമല്ല. ഭിക്ഷുവിന് പോലും സാധ്യമാകാതിരിക്കുമ്പോൾ ഭിക്ഷു അല്ലാത്തവനങ്ങനെ പറ്റും. ഭിക്ഷു ആരാണെന്നും പറഞ്ഞു. യേഷണാത്രയ തെക്ത ബാഹ്യേഷണ, ബാഹ്യേഷണങ്ങളെ ത്യജിച്ചവൻ, യേഷണങ്ങളെ ത്യജിച്ചവൻ. യേഷണങ്ങളുടെ ത്യാഗം കൊണ്ട് തന്നെ അവനിൽ രാഗാദി ദോഷങ്ങൾ ഒഴിഞ്ഞു പോകും. രാഗം തന്നെ യേഷണം. പക്ഷെ അങ്ങനെ ഒഴിഞ്ഞാലും അത് സംസ്കാര രൂപത്തിൽ അവന് ശേഷിക്കുകയും അവന്റെ വിവേകത്തെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അതാണ് രണ്ടാമത് വീണ്ടും പറയുന്നത്. ആദ്യം യേഷണാത്യാഗം എന്ന് പറഞ്ഞിട്ട് ബാഹ്യമായി വരുന്നതിനെ ബാഹ്യേഷണ എന്ന് നേരത്തെ പറഞ്ഞു. രണ്ടാമത് കഷായം എന്ന് പറഞ്ഞു. ബാഹ്യേഷണ എന്ന് പറയുമ്പം വളരെ പ്രകടമായി വരുന്നു, ആഗ്രഹരൂപത്തിൽ പ്രകടമായി വരുന്നതും അതിന് വ്രതങ്ങളുണ്ട്, തപസ്സുണ്ട്, ഒക്കെ ഇല്ലാതാക്കാനോ നിയന്ത്രിക്കാനോ ഒക്കെ ശ്രമിക്കുന്നതാണ്. അതാണ് അതിന് ബാഹ്യേഷണ എന്ന് പറയുന്നത്. ബാഹ്യേഷണാത്യാഗത്തിന് തപസ്സും മറ്റുമൊക്കെ വലിയൊരളവ് വരെ സഹായിക്കും, വ്രതങ്ങൾ സഹായിക്കും. കാരണം ബാഹ്യമായാണ് അത് ആക്രമിക്കുന്നത്. ബാഹ്യമായി തന്നെ അതിനെ പ്രതിരോധിക്കാം. പക്ഷേ സംസ്കാര രൂപത്തിലിരിക്കുന്നതിന് എന്ത് ചെയ്യും? സംസ്കാര രൂപത്തിലിരിക്കുന്നത് അതുകൊണ്ടൊന്നും സാധ്യമല്ല. ദൃഢവിവേകം കൊണ്ട് മാത്രമേ സാധ്യമാകൂ. ബാക്കിയുള്ളതെല്ലാം അതിന് സഹായിക്കും. ബാഹ്യമായി എന്തെല്ലാം ഉണ്ടോ അവനവനിൽ ഉണ്ടാകുന്ന, ഓരോ ജീവനിലും ഉണ്ടാകുന്ന വിവേകം കൊണ്ടേ അത് സാധ്യമാകും. ചില ചോദിക്കും, അത് ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ട് സാധ്യമാകത്തില്ലേ, ഗുരുവിന്റെ അനുഗ്രഹം കൊണ്ട് സാധ്യമാകത്തില്ലേ എന്ന് ചോദിക്കും. അപ്പൊ അതെല്ലാം സഹായിക്കുന്നത് വിവേകത്തെ ഉണ്ടാക്കുന്നത് മാത്രമേ സഹായിക്കൂ. മറ്റ് സാമഗ്രികളെല്ലാം സജ്ജമാക്കിയാലും പാകം ചെയ്യുന്നത് അവനവൻ തന്നെയാണല്ലോ. അവനവൻ പാകം ചെയ്താ ഭക്ഷിക്കുന്നത്. പാകം എന്ന് പറയുന്നത് പുരുഷപ്രയത്നമാണ്. അതിനനുകൂലമായ എല്ലാ സാഹചര്യങ്ങളും സൃഷ്ടിക്കുന്നത് ഈശ്വരനോ ഗുരുവോ ഒക്കെ ആവാം. അല്ലാതെ ഈശ്വരനോ ഗുരുവോ ഒന്ന് പാകം ചെയ്തു തരും നമ്മൾ കാണാറില്ല. ജീവന്റെ പ്രവൃത്തി ഈശ്വരൻ ചെയ്യുന്നതായിട്ട് കാണാറില്ല. ഈശ്വരന്റെ പ്രവൃത്തി ഈശ്വരൻ ചെയ്യും, ജീവന്റെ പ്രവൃത്തി ജീവൻ ചെയ്യണം, അല്ലെങ്കിൽ അവൻ അലസനായിപ്പോ. ജീവന് ഈ കർണങ്ങളെയൊക്കെ സൃഷ്ടിച്ചിരിക്കുന്ന അവന് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുവേണ്ട പ്രേരണ കൊടുക്കുന്നത്
അതിന്റെ സാഹചര്യങ്ങൾ കാലദേശങ്ങളെയൊക്കെ അനുകൂലമാക്കി കൊടുക്കുന്നത്, വിഘ്നങ്ങൾ ഒഴിവാക്കുന്നതൊക്കെ ഈശ്വരന്റെ ജോലി, ഗുരുവിന്റെ ജോലി. അങ്ങനെ അല്ലാന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഗുരു ചെയ്യും, ഈശ്വരൻ ചെയ്യും എന്ന് പറഞ്ഞാൽ ഇവനൊന്നും ചെയ്യാതിരുന്നാൽ മതി. അത് സാധ്യമല്ല. പുരുഷപ്രയത്നം കൊണ്ട് നേടേണ്ടതുണ്ട്. അപ്പൊ സ്വയം പാകം അങ്ങനെ ഒരു പങ്കുണ്ട്, അത് ചെയ്യണം. പിന്നെ സാധനയൊക്കെ വ്യർത്ഥമായി ഇത് പറഞ്ഞിട്ടിരുന്നാൽ മതി. എന്താണ് എല്ലാം ഗുരു ചെയ്യും അല്ലെങ്കിൽ ഈശ്വരൻ ചെയ്യും എന്ന് പറഞ്ഞിട്ട് തനിക്കിഷ്ടമുള്ളത് തനിക്ക് ചെയ്തു. എല്ലാവരും അതാണ് ഒരു സൗകര്യമായി സ്വീകരിക്കുന്നു. അതാണ് ഞാനൊന്നും ചെയ്യുന്നില്ല, എനിക്ക് വേണ്ടി ചെയ്യാൻ വേറെ ആളുണ്ട്. താൻ ചെയ്യേണ്ടത് അതൊരു ഒഴിഞ്ഞുമാറലാണ്, ഒരു ഒളിച്ചുകളിയാണ്. തന്റെ ഉത്തരവാദിത്വങ്ങൾ ഈശ്വരനെ ഏൽപ്പിക്കുക, എന്നിട്ട് താൻ മാറിയിരിക്കുക. അത് തന്റെ ഏറ്റവും വലിയ ത്യാഗമാണ്, ഏറ്റവും വലിയ ആത്മീയതയാണ് എന്നൊക്കെ സ്വയം ധരിക്കുക, സ്വയം വിഡ്ഢിയാവുക. അതിക്കൊഞ്ഞൊന്നും സംഭവിക്കുന്നില്ല. അത് സ്വയം തന്നെ ചെയ്യേണ്ട കാര്യമാണ്. അതിനെ പചിപ്പിക്കണം കഷായത്തെ. ആന്തരികമായ സൂക്ഷ്മ സംസ്കാരങ്ങളെ അത് പ്രകടമാകുന്നതിന് ഒരു വൃക്ഷത്തെ നശിപ്പിക്കണമെങ്കിൽ ഒന്നുകിൽ അതിന്റെ മുളയെ നുള്ളിക്കളയാം, അല്ലെങ്കിൽ ആ വിത്തിനെ തന്നെ വറുത്ത് കളയാം. രണ്ടു തരത്തിലും നശിപ്പിക്കാം. രണ്ടായാലും പിന്നെ വൃക്ഷം കാണത്തില്ല. രണ്ടിനും ഇവിടെ എന്താണ് വിവേകാഗ്നി കൊണ്ടാണ് അത് സാധിക്കുന്നത്. അതിൽ സ്വാർത്ഥതയൊന്നുമില്ലാതെ വിവേകം എന്ന് പറയുന്നതാണ്. കാരണം ജീവന്റെ പ്രകൃതിയാണ് ഈ ദോഷങ്ങളെന്ന് പറയുന്നത്. ആ ദോഷങ്ങളും ആ ദോഷങ്ങളെ സഹായിക്കുന്നതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഈ പ്രകൃതിയിൽ ഇരിപ്പുണ്ട്. പ്രധാനമായും അവിടെ വരുന്ന അഹന്ത, മമത, അതിനോട് ചേർന്ന് വരുന്ന എല്ലാ ദൗർബല്യങ്ങളും അവന്റെ പ്രകൃതിയിലിരിക്കുകയാണ്. അത് ഈ ബാഹ്യ ഏഷണാത്രയം സാധിച്ച ഭിക്ഷുവിനായാലും ശരി, ആന്തരികമായ ഇതിനെ നശിപ്പിക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല. മറിച്ച് പൊതുവെ ആഗ്രഹിക്കുന്ന എന്താണ്, ഈ ദൗർബല്യങ്ങളെല്ലാം രഹസ്യമായി സൂക്ഷിക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. പരസ്യമാക്കി നശിപ്പിക്കാൻ ആരും ആഗ്രഹിക്കത്തില്ല. ഈ സംസ്കാര രൂപത്തിലിരിക്കുന്ന ഇത് വിരാഗാദി ദോഷങ്ങൾ, മോഹാദികൾ ബാഹ്യമായി പ്രകടമാവുമ്പോൾ സാധാരണ ഭിക്ഷുക്കൾ പോലും എന്താണ് അതിനെ തന്നെ ആദർശമാക്കിയാ ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനെ തന്നെ തത്വചിന്തയാക്കി മാറ്റിയാ ചെയ്യും അവസരത്തിനനുസരിച്ച്. അതിനെ ഇല്ലാതാക്കുന്നതിന് സൗകര്യം അതിനൊരു പുതിയൊരു തത്വശാസ്ത്രമായിട്ട് അവതരിപ്പിക്കുന്നതാണ്. അപ്പൊ അതിനെ സംരക്ഷിക്കാൻ പറ്റും. പൊതുവെ എല്ലാ ജീവന്മാരും ആഗ്രഹിക്കുന്ന എന്താണ്, അവനവന്റെ ദൗർബല്യങ്ങളെ ആദർശവൽക്കരിക്കുക, അതിനെ സംരക്ഷിക്കുക. അതാണ് അതിനെ ഉപേക്ഷിക്കുന്നതിൽ കൂടുതൽ. അതാണ് അതിനെ ദൗർബല്യം എന്ന് പറയുന്നത്. എല്ലാവരും ആഗ്രഹിക്കുന്നു. അപ്പൊ അവസരത്തിനനുസരിച്ച് ഫിലോസഫി മാറിക്കൊണ്ടിരിക്കും, നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. തത്വം അങ്ങനെ മാറ്റാൻ പറ്റത്തില്ല. അങ്ങനെയൊന്നും മാറുന്നതല്ല ഇത്. അങ്ങനെ മാറ്റുന്നതുകൊണ്ട് നശിക്കത്തില്ല എന്നറിയുന്നതാണ് വിവേകം. ഓന്ത് നിറം മാറുന്നത് പോലെ സൗകര്യം പോലെ ആദർശത്തെ മാറ്റിയാൽ അതുകൊണ്ടൊന്നും ഈ ദോഷങ്ങൾ നശിക്കത്തില്ല. ബാഹ്യേഷണ ഇത്രയൊന്ന് പറഞ്ഞതിന് ശേഷം
കഷായത്തിന്റെ പാകം എന്ന് പറയുന്നത് അതിനു വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒന്നിനെയും ആദർശമാക്കിയിട്ട് കാര്യമില്ല. നമുക്ക് ഉപേക്ഷിക്കാൻ കഴിയാത്തത് ദൗർബല്യമാണ് എന്ന് പറഞ്ഞാൽ അതിനെ തിരിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതിനെ ദൗർബല്യമായി തന്നെ അംഗീകരിക്കുക. താനതിന് പ്രാപ്തനല്ല എന്ന് സ്വയം മനസ്സിലാക്കുക. അത്രയും ആകുന്നത് തന്നെ വിവേകമാണ്. അത് ത്യജിക്കേണ്ടതാണ്. ഗ്രാഹ്യമല്ല, ത്യാജ്യമാണെന്ന് തിരിച്ചറിയുക. ആ തിരിച്ചറിവ് അവനെ ക്രമേണ അതിന്റെ നാശത്തിലുള്ള ഉപായത്തിലേക്ക് കൊണ്ടുപോകും. മറിച്ചാണെങ്കിലോ ആ ദൗർബല്യങ്ങൾ ദൃഢമാകും. അതുകൊണ്ടാണ് അത് പക്തവ്യാനി, അത് പചിക്കേണ്ടതാണ് എന്നർത്ഥം. ഇവിടെ പറയുന്ന പല ആദർശങ്ങൾ, ഭിക്ഷുവിന്റെ ആദർശങ്ങൾ, അത് പലപ്പോഴും ഇന്ന് പറയുമ്പോൾ നമ്മുടെ കാലദേശങ്ങൾക്കനുസൃതമല്ലാതെ വരുന്നു, നമ്മുടെ സാഹചര്യങ്ങൾക്കനുസൃതമല്ലാതെ വരുന്നു. അപ്പോൾ കാലദേശങ്ങൾക്കനുസരിച്ച് നമ്മൾ മാറാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന സാധനങ്ങളെ ഉപേക്ഷിച്ചിട്ട് മാറാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് പ്രയോജനമില്ല. ഭിക്ഷു എന്നായാലും ഭിക്ഷു തന്നെ. കാലദേശങ്ങളൊക്കെ എങ്ങനെയെല്ലാം മാറിയാലും ശരി. കാരണം ഇവിടെ പറയുന്നത് ആന്തരികമായ പ്രശ്നങ്ങളെക്കുറിച്ചും അതിന്റെ സമാധാനത്തെക്കുറിച്ചുമാണ്. അത് ഏത് കാലത്തും ഒരുപോലെ തന്നെയാണ്. അതിന് ഒരു വിട്ടുവീഴ്ചയും ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ല. ബാഹ്യമായ സാഹചര്യങ്ങളെ മാറുന്നുള്ളൂ. ജീവന്റെ ആന്തരിക പ്രകൃതിക്ക് ഒരിക്കലും മാറ്റം വരുന്നില്ല. അത് അനാദിയായി ഇന്നും അങ്ങനെ തന്നെയാണ്. ആന്തരികമായ മാറ്റത്തിൽ ഇവിടെ പറയുന്ന ഈ കഷായ പചനം അതെല്ലാം അത് പറയുന്ന രീതിയിൽ തന്നെ സംഭവിച്ചേ മതിയാവും. ഭിക്ഷുവിന് ബാഹ്യവും ആന്തരികവുമായ ത്യാഗം കൂടിയേ പറ്റൂ. അതിന് സന്ധി ചെയ്യാൻ പറ്റത്തില്ല. അതിന് വിവേകത്തെ ആർജിച്ചേ പറ്റൂ. ബാഹ്യമായ സാഹചര്യങ്ങൾ വേണമെങ്കിൽ നമുക്ക് കാലത്തിനനുസരിച്ച് മാറ്റാം. കാലത്തിനനുസരിച്ച് ബാഹ്യമായ സാഹചര്യങ്ങൾക്കനുസരിച്ച് ജീവിക്കാം. പക്ഷെ ആന്തരികമായ കാര്യങ്ങളിൽ മാറ്റാൻ സാധ്യമല്ല. അത് മുഖ്യമായി സ്വീകരിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. ഇത് പറയുന്ന അഗ്രയാണതഃ പ്രഥമതഃ ഭാഷ്യകാരൻ പറയും. അതിനാണ് പ്രാമുഖ്യം കൊടുക്കേണ്ടത്. ബാഹ്യമായ സാഹചര്യം എങ്ങനെയെന്നുള്ളതല്ല. ഭിക്ഷുവിന്റെ സ്ഥാനം എവിടെയാണ്? അതാണ് ബാഹ്യം എന്ന് പറയുന്നത്. ഭിക്ഷുവിന്റെ സ്ഥാനം സമൂഹത്തിലാണോ അതോ വനത്തിലാണോ? ഇത് കഴിഞ്ഞ കാലത്ത് വനത്തിൽ സ്ഥാനം ഉണ്ടായിരുന്നു, ഇന്നതില്ല. വനത്തിലൊന്നും ഭിക്ഷുവിന് സ്ഥാനമില്ല. അത് സമൂഹത്തിലേ ഉള്ളൂ. അതാണ് കാലം കൊണ്ടുവരുന്ന മാറ്റം. അപ്പൊ സമൂഹത്തിലുള്ള സ്ഥാനത്തെ ഉപേക്ഷിക്കാൻ വയ്യാത്ത സാഹചര്യങ്ങളായി, ചുറ്റുപാടുകളായി. ഒരുപക്ഷെ നമ്മുടെ ആചാര്യന്മാരൊന്നും പലരും, എല്ലാവരെയും പറയുന്നില്ല, അത് പ്രതീക്ഷിച്ചത് പോലും ആയിരിക്കത്തില്ല. ഭിക്ഷുവിനെ കുറിച്ച് പറയുന്നിടത്തെല്ലാം ഭിക്ഷു എന്ന് വെച്ചാൽ വനമാണ്, സമൂഹമല്ല. അങ്ങനെയായിരുന്നു പഴയ എല്ലാ ഗ്രന്ഥങ്ങളും. പക്ഷെ ഇന്നത് സാധ്യമാകത്തില്ല. അത് ബാഹ്യമായി വന്ന, കാലം കൊണ്ടുവന്ന മാറ്റം. അപ്പൊ സമൂഹത്തിൽ തന്നെ ഇരിക്കുക. സമൂഹത്തിൽ ഭിക്ഷു ഇരിക്കുമ്പോൾ
അവിടെ അവൻ നന്നാകുന്നതിനേക്കാൾ കൂടുതലും നശിക്കുന്നതിനുള്ള സാഹചര്യങ്ങളാണ് കൂടുതലുള്ളത്. അതാണ് പരമാർത്ഥം. അവിടെ ബാഹ്യമായ ഏഷണകളെ ത്യജിച്ചു എന്ന് വന്നാലും ആന്തരികമായ രാഗങ്ങൾക്കും മറ്റും അവനെ ബന്ധിക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ വളരെ കൂടുതലാണ്. അങ്ങനെ വരുമ്പോൾ സാധാരണഗതിയിൽ സ്വാഭാവികമായും അതൊരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് സാഹചര്യം മാറിയില്ല. അതുകൊണ്ട് ആന്തരികമായ ഈ ദോഷങ്ങളുടെ സ്വാധീനം, രാഗാദികളുടെ സ്വാധീനത്തിൽ നിന്ന് മുക്തനാകാൻ കഴിയാതെ വരും. ശ്രമിച്ചാലും കഴിയാതെ വരും. അപ്പോൾ ഈ ദൗർബല്യങ്ങൾക്കെല്ലാം കീഴടങ്ങി ബാഹ്യ ഭിക്ഷുവായി ജീവിക്കേണ്ടി വരും. മിക്കവാറും എല്ലാവരെ സംബന്ധിച്ചും അങ്ങനെയാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ബാഹ്യഭിക്ഷുക്കളാണ് കൂടുതൽ. കാരണം സാഹചര്യങ്ങൾ അതിനനുവദിക്കുന്നില്ല. അതാണ് സാഹചര്യങ്ങൾ മാറുന്നതിനും സാധ്യമല്ല, കാലം മാറിയതുകൊണ്ട്. ഇവിടെ പറയുന്ന എന്താണ് ഈ പചനം ആന്തരികമായി സംഭവിക്കുന്നതിനുള്ള സാഹചര്യം അനുകൂലമല്ല. അപ്പോൾ ദൗർബല്യങ്ങളെല്ലാം ത്യജിക്കുന്നതിന് പകരം പചിക്കുന്നതിന് പകരം അതിനെയൊക്കെ സംരക്ഷിക്കാൻ ശ്രമിക്കും. അതെങ്ങനെ സംരക്ഷിക്കും? കാരണം ബാഹ്യമായ വേഷം ഭിക്ഷുവിന്റെയാണ്. അതുകൊണ്ട് അതിനെയൊക്കെ ആദർശമാക്കും. അതിനെയൊക്കെ സംരക്ഷിക്കത്തക്ക തത്വചിന്തകൾ, തത്വശാസ്ത്രങ്ങൾ കണ്ടുപിടിക്കും. എന്നിട്ട് അതിൽ സംതൃപ്തനാകും. മോക്ഷത്തിലല്ല, താൻ തന്നെ തനിക്ക് സൃഷ്ടിച്ചിരിക്കുന്ന മൂടുപടം അതിനുള്ളിൽ താൻ സന്തോഷിക്കും. അതായത് ധൈര്യമായിട്ട് ആന്തരികമായി വിവേകത്തെ ആർജിച്ച് ഈ ദോഷങ്ങളെ നശിപ്പിക്കാൻ ശ്രമിക്കത്തില്ല. അങ്ങനെ ശ്രമിക്കണമെങ്കിൽ എന്താണ്? അവൻ സമൂഹ മധ്യത്തിൽ നിൽക്കെ തന്നെ അവൻ അന്തർമുഖനാകും. അവൻ അന്തർമുഖനാകുക എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന സാധനങ്ങൾക്കുള്ള അവസരവും സമയവും അവനുണ്ടാകണം. ഇത് രണ്ടുമില്ല. അതിനുള്ള അവസരവുമില്ല, സമയമില്ലെങ്കിൽ അവൻ സദാ ബഹിർമുഖനായിരിക്കും. ബഹിർമുഖമായ വ്യാപാരങ്ങളിൽ മാത്രമായിരിക്കും അവന്റെ ത്യാഗവും സാധനയും എല്ലാം ബാഹ്യമായിരിക്കും, വെറും പ്രകടഭാവങ്ങളായിരിക്കും. അതവനെ രക്ഷപ്പെടുത്തത്തില്ല. അവൻ ചെയ്യുന്ന ഈ കൃത്രിമമായ ഭാവങ്ങളിൽ അവന് ആനന്ദിക്കാനേ പറ്റും. ഇവിടെ അടുത്ത് പറയാൻ പോകുന്ന ആനന്ദം, ശാന്തി, അതൊന്നും ഭിക്ഷുവിനെ അനുഭവിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഭിക്ഷുക്കളെല്ലാം അസ്വസ്ഥരായിരിക്കുന്നത്. ബാഹ്യമായി ദിവ്യന്മാരായും ആന്തരികമായി അസ്വസ്ഥരായും ഇരിക്കുന്ന കാരണം അതാണ്. കാരണം ഇത് സംഭവിക്കുന്നില്ല, ഉള്ളിൽ സംഭവിക്കുന്നില്ല. അതിനുവേണ്ടി എന്താണ്? അവൻ അന്തർമുഖനാകണം. അന്തർമുഖനാകുക എന്ന് പറയുമ്പോൾ വ്യവഹാരങ്ങളെ ഉപേക്ഷിക്കുകയാണോ? അതെന്തായാലും സാധ്യമല്ല. ഒന്ന്, സാഹചര്യം അതിനനുവദിക്കുന്നില്ല. രണ്ട്, അതിനുള്ള പാകതയില്ല. രണ്ട് കാരണം കൊണ്ടും വ്യവഹാരങ്ങളെ പാടെ ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. അപ്പോൾ വ്യവഹാരത്തിൽ നിൽക്കുന്നതിന് ഒരുവൻ സമയം കണ്ടെത്തുന്നത് പോലെ തന്നെ അന്തർമുഖനാകുന്നതിന് സമയം കണ്ടെത്തണം. ഇതിനൊരാൾ ഗൗരവമായിട്ടാണ് സമീപിക്കുന്നതെങ്കിൽ, ഈ മാർഗത്തിൽ ഒരാൾ അവസാനം നിരാശ ബാക്കിയാകാതിരിക്കണമെന്ന് ഇത് രണ്ടും വേണം.
ഇല്ലെങ്കിൽ ഈ കരണങ്ങൾക്കെല്ലാം ശക്തിയുള്ളിടത്തോളം കാലം ഒരുവിധമൊക്കെ പിടിച്ചു നീക്കാൻ പറ്റും. ഇതിനെല്ലാം ശക്തി പറയുമ്പോൾ, മനസ്സിനും ഇന്ദ്രിയങ്ങൾക്കും എല്ലാം ശക്തി പറയുമ്പോൾ പിന്നെ നിരാശതയിലേക്ക് പോകും, ഇച്ഛാഭംഗത്തിലേക്ക് പോകും. ഈ ജീവിതത്തിലൊന്നും നേടാൻ കഴിഞ്ഞില്ലല്ലോ, ഇത്രയും കാലം സ്വാമിയായിരുന്നു, താൻ എന്താ നേടിയത് എന്ന് ചിന്തിച്ച് ദുഃഖിക്കേണ്ടി വരും. ഉറപ്പായിട്ട് വേണമെങ്കിൽ ഡയറി എഴുതി വെച്ചോളൂ, എന്ത് നേടി. അങ്ങനെ ഒരു ഇച്ഛാഭംഗത്തിലും ദുഃഖത്തിലും ജീവിതം അവസാനിക്കും. കേവലം ബഹിർമുഖമായ പ്രവൃത്തികളിൽ മാത്രമാണ് മുഴുകുന്നത്. അപ്പൊ അത് ഒഴിവാക്കാൻ വയ്യാത്തതുകൊണ്ടും അതിനുള്ള പാകതയില്ലാത്തതുകൊണ്ടും സാഹചര്യങ്ങൾ അനുവദിക്കാത്തതുകൊണ്ടും അതിൽ തുടരവേ തന്നെ ഒരാൾ അതിൽ നിന്ന് വിട്ട് അന്തർമുഖനാകുകയും വേണം. അതും മുഖ്യമായും തപസ്സും ത്യാഗവും എല്ലാം ഈ വിവേകത്തെ ആർജിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, ഔപനിഷദമായ ജ്ഞാനത്തെ ആർജിക്കുന്നതിന്. മുമ്പ് പറഞ്ഞല്ലോ ഭാഷ്യകാരൻ, അതാർജിക്കുന്നു. മറ്റു തപസ് സാധനകളും ഈശ്വരാനുഗ്രഹവും ഗുരു അനുഗ്രഹവും എല്ലാം അതിനുവേണ്ടി. അതാണ് നമ്മൾ കണ്ടുവരുന്ന ഏറ്റവും വലിയ ഒരു വിരോധാഭാസം. നമ്മൾ ഇന്നത്തെ ചുറ്റുപാടുകൾ, പ്രത്യേകിച്ചും ഭിക്ഷുക്കൾ, ഇന്നത്തെ സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് ആധ്യാത്മിക സാധനങ്ങൾ അനുഷ്ഠിക്കുന്നതിന് ഉള്ള സാഹചര്യങ്ങൾ വീടുപേക്ഷിച്ച് ആശ്രമത്തിൽ പോകുന്നവരാണ്. ആശ്രമത്തിൽ പോകുമ്പോൾ അവിടെ പലതരത്തിലുള്ള ബഹിർമുഖ വ്യാപാരങ്ങളിൽ ഏർപ്പെടും. ആൾക്കാർ അതിനെല്ലാം സമയം കണ്ടെത്തുന്നുണ്ട്. ബാഹ്യവ്യാപാരങ്ങൾ സമയം കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ അതിന് പ്രധാനമായൊരു കാരണം ഇവന് മര്യാദയ്ക്ക് അടങ്ങിയിരിക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. ലോകരെ നന്നാക്കുന്നു എന്നൊക്കെ പറയുന്നത് അത് കേവലം ഒരു മൂടുപടം മാത്രമാണ്. ഇവന് മര്യാദയ്ക്ക് ഇരിക്കാൻ അറിയത്തില്ല. അതുകൊണ്ട് അതാണ് ഞാൻ പറഞ്ഞ ആദർശവൽക്കരണം എന്ന് പറയുന്നത്. തനിക്ക് അടങ്ങിയിരിക്കാൻ കഴിയില്ല എന്ന് പറയുന്നതാണ് തന്റെ ദൗർബല്യം. പക്ഷെ ആ ദൗർബല്യത്തെ അംഗീകരിക്കാൻ വയ്യ. അത് പറഞ്ഞ് ഞാൻ ലോകത്തിന് വേണ്ടി ജീവിക്കുകയാണ്. ഇത് വെറും പൊള്ളയായ ഒരു കാര്യമാണ്. ഇതൊക്കെ ചെയ്യുന്ന ഇവന് വേണ്ടി തന്നെയാണ്. എന്തുകൊണ്ട്? ഇവന് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല, ഉറക്കം വരത്തില്ല, എന്തെങ്കിലും ചെയ്തുകൊണ്ടേയിരിക്കും. അത് ഗൃഹത്തിലായാലും ശരി, ആശ്രമത്തിലായാലും ശരി, എവിടെയായാലും ശരി. അത് പ്രകൃതിയാണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇപ്പൊ കുറച്ചുകൂടി തുറന്നു പറയുന്നേ ഉള്ളൂ. ആദ്യം പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രയാസം വരും. ഇത് ഞങ്ങളെക്കുറിച്ചാണ് പറയുന്നതെന്ന് തോന്നുന്നു. ഒരു സൂത്രത്തിൽ പറയുന്നേ ഉള്ളൂ. ഈ ബഹിർമുഖത സ്വന്തം പ്രകൃതിയാണ്. അതിന് അങ്ങ് മുഴുകിപ്പോകും. അതിന് കൊടുക്കുന്ന ആദർശമാണ് ത്യാഗം, ലോകസേവനം എന്നൊക്കെ പറയുന്നു. അപ്പൊ അതേ സാഹചര്യങ്ങൾ മുഴുകുമ്പോൾ തന്നെ ഇതേ സാഹചര്യത്തിൽ തന്നെ എന്താണ്, നമുക്ക് അന്തർമുഖനാകാനുള്ള അവസരങ്ങളുമുണ്ട്. അതിനുള്ള സാഹചര്യങ്ങളും അവിടെ തന്നെ ഉണ്ട്. പക്ഷെ അതാരും ഉപയോഗപ്പെടുത്തത്തില്ല. ഈ സ്ഥലം എന്ന് പറയുന്നത് രണ്ടിനുമുള്ള സ്ഥലമാണ്, ഒന്നിനും മാത്രമുള്ളതല്ല. ലോകത്തെ സേവിക്കാൻ മാത്രമുള്ളതല്ല, അവനവനെ സേവിക്കാനുമുള്ളതാണ്. പക്ഷെ നമ്മളെന്ത് ചെയ്യുന്നു? വ്യാജന്മാരായി ലോകത്തെ സേവിക്കുകയാണ്, അവനവനെ സേവിക്കുന്നില്ല. എന്നുവെച്ചാൽ കേവലം ബഹിർമുഖന്മാരാകും, അന്തർമുഖന്മാരാകുന്നില്ല. അതിനുള്ള സാഹചര്യങ്ങളും അവസരങ്ങളും എല്ലാം ഉണ്ടായാലും എല്ലാ സാഹചര്യങ്ങളും നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ടെങ്കിലും നമ്മളത് ഉപയോഗിക്കുന്നില്ല. അത് ഉപയോഗിക്കാതെ എന്ത് ചെയ്യും? ബഹിർമുഖന്മാരാകും.
അങ്ങനെ ബഹിർമുഖമായ പ്രവർത്തനങ്ങൾ ഏർപ്പെടുമ്പോൾ അതിൻ്റെതായ ഗുണദോഷങ്ങൾ വരും. ഗുണത്തെക്കാളേറെ ദോഷം വരും, കഷ്ടനഷ്ടങ്ങൾ വരും. അങ്ങനെ കഷ്ടനഷ്ടങ്ങൾ വരുമ്പോൾ പറയും, ഇതൊന്നും എന്റെ തകരാറല്ല, ഇതൊക്കെ ഇവിടുത്തെ തകരാറാണ്, ഈ ആശ്രമത്തിന്റെ തകരാറാണ്, അല്ലെങ്കിൽ എന്റെ ചുറ്റുപാടുകളുടെ തകരാറാണ്, ഇത് ആത്മീയതയ്ക്ക് പറ്റിയ സ്ഥലമല്ല എന്ന് പറഞ്ഞിട്ട് വന്ന വഴിയെ തിരിച്ചു നടക്കും. അല്ലെങ്കിൽ ചിലരങ്ങനെയല്ല, ആകെ മുങ്ങിയ കുളിരില്ല എന്നുകൊണ്ട് പറയുന്ന പോലെ എന്തായാലും നശിച്ച് കുറച്ചുകൂടെ നശിച്ചേക്കാമെന്ന് വിചാരിക്കും. അങ്ങനെ വരുന്നവരും എന്തായാലും ഈ ജന്മത്തിൽ ഇനി രക്ഷപ്പെടുമെന്ന് തോന്നുന്നില്ല, പിന്നെ പോകുന്ന വഴി തന്നെ പോട്ടെ, അങ്ങനെ സമാധാനപ്പെടുന്നവരുമുണ്ട്. അതും ഒരു മുക്തിയാണ്. അപ്പൊ ഇതിന് ഇന്നത്തെ സാഹചര്യം എന്ന് പറയുന്നത് ഇതിന് രണ്ടിനുമുള്ള സാഹചര്യങ്ങളാണ്. ഒന്ന് ബഹിർമുഖമായ പ്രവൃത്തി. ആ ബഹിർമുഖമായ പ്രവൃത്തിയെ നമുക്ക് വേണമെങ്കിൽ പറയാം ലോകസേവ. ഒന്ന് അന്തർമുഖമായ പ്രവൃത്തി, അത് ശരിക്കും ആത്മസേവയാണ്. പക്ഷെ അത് സാധാരണ ഉപയോഗപ്പെടുത്താറില്ല, അതിനുള്ള സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്താറില്ല, അതിനുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്താറില്ല. ഇവിടെ പറയുന്ന ഈ കഷായ പചനം എന്ന് പറയുന്നത് അന്തർമുഖതയിലെ സംഭവിക്കത്തുള്ളൂ. ആ ഒരു ഭാഗം നമ്മുടെ ജീവിതത്തെ രണ്ടായിട്ട് പകർത്തു കഴിഞ്ഞാൽ പകുതി ഭാഗം ഈ ബഹിർമുഖമായ പ്രവൃത്തിക്കും, പകുതി ഭാഗം അന്തർമുഖമായ പ്രവൃത്തിക്കും. ഇതിനാണ് മധ്യമ മാർഗം എന്ന് പറയുന്നത്. അങ്ങനെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇതിന് ഒരാൾക്ക് വിജയിക്കാൻ പറ്റും. ചോദിക്കും, പിന്നെ പൂർണ്ണനായും അന്തർമുഖനായിരുന്നൂടെ? അതിനുള്ള യോഗ്യതയില്ല, അതുകൊണ്ട് അത് സാധ്യമല്ല. നമ്മുടെ യോഗ്യത ബഹിർമുഖമായ പ്രവർത്തിക്കാണ് കൂടുതലും. പക്ഷെ അവിടെ ബലാൽ അന്തർമുഖനാകണം. അതിനാണ് ഗുരുക്കന്മാര് ഇത്തരം സാഹചര്യങ്ങൾ ഒരുക്കി തരുന്നത്. നന്നാകാനും നശിക്കാനുമുള്ള സാഹചര്യം എവിടെയുണ്ട്. അത് പുറത്തായാലും ഉണ്ട്, അകത്തായാലും ഉണ്ട്. അകമെന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന ആശ്രമം, പുറമെന്ന് പറഞ്ഞാൽ ഈ ലോകം, രണ്ടിടത്തുമുണ്ട്. പക്ഷേ അന്തർമുഖനാകുന്നതിനുള്ള സാഹചര്യം കൂടുതലും ഇവിടെ വന്നു. അത് പുറത്ത് കിട്ടത്തില്ല. അതിവിടെയുണ്ട്. പക്ഷെ അത് ഉപയോഗപ്പെടുത്താതിരുന്നാൽ എന്ത് ചെയ്യും? ഭിക്ഷുവായിട്ട് കൂടി ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ അത് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അത് അന്തർമുഖനായി വിവേക സമ്പാദനത്തിന്, അല്ലെങ്കിൽ ആ വിവേക സമ്പാദനത്തിന് ഉപകരിക്കുന്ന സാധനങ്ങൾ അതുപയോഗിച്ച് അതേസമയം തന്നെ ബഹിർമുഖമായ പ്രവൃത്തികളിൽ ഏർപ്പെട്ട് ഈ കഷായ പാകം അതൊരുവനിൽ സംഭവിക്കണം. അതുകൊണ്ട് ഇവിടെ ഭാഷ്യകാരൻ പറയുന്നത് ഇതെല്ലാം ന്യായങ്ങളാണ്. ആത്മാവുണ്ട്, അത് നിത്യമുക്തമാണ്, ബന്ധമോക്ഷങ്ങളില്ലാത്തതാണെന്ന് മാത്രം അറിഞ്ഞാൽ പോരാ. ബാക്കി പറഞ്ഞ എല്ലാ കാര്യങ്ങളും അറിയണം. അതാണ് ഹേയ ജ്ഞേയ ആപ്യവാക്യങ്ങൾ എന്ന് 4 തിരിച്ചു പറഞ്ഞു. ഇത് മുഖ്യമായിട്ട് അറിയണം എന്നാണ്. ഭിക്ഷുക്കൾ മുഖ്യമായി അറിയണം. അഗ്രയാണത പ്രഥമത, അതിന് പ്രാധാന്യം കൊടുത്തറിയണം. പക്ഷെ നമ്മൾ അറിയുന്നുണ്ട്, ലോകത്തിൽ ജീവിച്ച ഒരുപാട് കാര്യങ്ങൾ അറിയും, ആശ്രമത്തിൽ വന്നും ഒരുപാട് കാര്യങ്ങൾ അറിയും. പക്ഷെ അതിൽ മുഖ്യമായി അറിയേണ്ട കാര്യം അറിയുന്നില്ല. മുഖ്യമായി അറിയേണ്ട ഇത് അന്തർമുഖമായി അവിടെ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് അറിയുന്നില്ല. ബഹിർമുഖമായി അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ നേരത്തെ തന്നെ അറിഞ്ഞ കാര്യങ്ങളാണ്.
ശരി, ഇവിടെ വന്ന് കുറച്ച് കാര്യങ്ങളിലൂടെ അറിഞ്ഞു, ദോഷമില്ല, നല്ലത് തന്നെ. ഇവിടെ വരുന്നതിന് മുമ്പ് ഡ്രൈവിംഗ് അറിയത്തില്ലായിരുന്നു, ഇവിടെ വന്നപ്പോൾ അതുകൂടെ പഠിച്ചു, കൊള്ളാം. ദോഷമുള്ള കാര്യമല്ല, ബഹിർമുഖമായൊരു കാര്യം. പക്ഷേ ഇവിടെ അറിയേണ്ട സാഹചര്യങ്ങൾ, അന്തരംഗമായി അറിയേണ്ട കാര്യങ്ങൾ വേറെ ഒരുപാടുണ്ട്. അതിന് സമയം കണ്ടെത്തുന്നു. അത് മുഖ്യത പറയുന്നു. ഞാനിത് ഇവിടെ ഇങ്ങനെ പറയുന്നത് ഇവിടെ ഭിക്ഷു എന്നുള്ള ശബ്ദം പ്രയോഗിച്ചുകൊണ്ടാണ്. ഭിക്ഷുക്കൾക്ക് വേണ്ടി ഇവിടെ പറയുകയാണ്. അതിൽ മുഖ്യമായിട്ടുള്ളത് ഇത്തരം കാര്യങ്ങളാണ്, ആന്തരികമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് അവിടെ പറയേണ്ടത്. പകുതിയെങ്കിലും അതിനു വേണ്ടി മാറ്റിവയ്ക്കുക എന്നാണ് പറയുന്നത്. പകുതി പോട്ടെ ഇതിനു വേണ്ടി. പ്രഥമതഃ അതിൽ പറയുന്നു, അതിൽ തന്നെ പ്രാധാന്യം തേഷാം ഹേയാദീനാം അന്യത്ര വിജ്ഞേയാത് പരമാർത്ഥ സത്യം. തേഷാം ഹേയാദീനാം, ഇവിടെ ഇതെല്ലാം കൊത്തും കോമിയൊന്നുമില്ലാതെ എഴുതിയിരിക്കുകയാണ്. അന്യത്ര വിജ്ഞേയാ, അന്യത്ര വിജ്ഞേയ, അതിന്റെ വ്യാഖ്യാനമാണ്. വിജ്ഞേയാത് അന്യത്ര, ഇതെല്ലാം ജ്ഞേയങ്ങളാണെന്ന് പറഞ്ഞു. ഇതെല്ലാം അറിഞ്ഞിരിക്കണം. ജാഗ്രത സ്വപ്ന സുഷുപ്തികളെ കുറിച്ച് അറിയണം, പരമാർത്ഥ തത്വത്തെ അറിയണം, ശ്രവണ മനന നിധ്യാസനങ്ങളെ കുറിച്ച് അറിയണം, കഷായ പാകത്തെക്കുറിച്ച് അറിയണം, തന്റെ ഉള്ളും പുറവും എല്ലാം അറിയണമെന്നർത്ഥം വെച്ചു. അങ്ങനെ അറിഞ്ഞാൽ അന്യത്ര വിജ്ഞേയ പരമാർത്ഥ സത്യം വിജ്ഞേയം ബ്രഹ്മേകം അതിൽ പരമാർത്ഥ സത്യമായിരിക്കുന്നത് ഈ ആത്മതത്വമാണ്. പലരും ചോദിക്കാറുണ്ട്, ആത്മാവിനെ അറിഞ്ഞപ്പോലെ ആത്മാവിനെ അറിയുന്നതിന് എന്ത് ചെയ്യണം? കണ്ണ് പൂട്ടിയിരുന്ന് ധ്യാനിക്കുക, ആത്മാവിനെ സാക്ഷാത്കരിക്കുക. ബാക്കിയൊക്കെ എന്തിനാണ്? നിങ്ങൾ ഉപനിഷത്ത് ശ്രവണം ചെയ്യുന്നു, ഇതിന്റെയൊക്കെ ആവശ്യം തോന്നുന്നു. കണ്ണടച്ച് ധ്യാനിച്ചാൽ മാത്രം മതി. ഇവിടെ പറയുന്നത് പോരാ. കണ്ണടച്ചാൽ ഇരുട്ട് കാണത്തേ ഉള്ളൂ. ധ്യാനിച്ചാൽ ഇരുട്ടിനെ ധ്യാനിക്കത്തുള്ളൂ, വെളിച്ചത്തെ ധ്യാനിക്കാൻ ഒക്കത്തില്ല. ചിലർ വെളിച്ചത്തെ കാണും, അത് മരുന്ന് കഴിച്ചാൽ മാറി ചെയ്യും. അതിനെക്കുറിച്ചല്ല ഇവിടെ പറയുന്നു. ഇവിടെ പറയുന്നത് ഇതെല്ലാം അറിയണം, ജാഗ്രത സ്വപ്ന സുഷുപ്തികളെല്ലാം അറിയണം എന്നല്ലേ പറഞ്ഞത്. കാരണം ഇവിടെ രണ്ടെണ്ണം ഉണ്ട്, ഒന്ന് ഗ്രാഹ്യമായത്, മറ്റൊന്ന് ത്യാജ്യമായത്. ത്യാജ്യമായതിനെ അറിഞ്ഞല്ലേ ത്യജിക്കാൻ പറ്റും, അറിയാതെ എങ്ങനെ ത്യജിക്കാൻ പറ്റും? അപ്പൊ അറിഞ്ഞിട്ട് ത്യജിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ താത്വികമായി അറിയുക എന്നർത്ഥം. തത്വദർശിയിൽ അതിനെ അറിയുക. അങ്ങനെ തത്വദർശിയിൽ അറിഞ്ഞിട്ട് അതിനെ ഉപേക്ഷിക്കണമെങ്കിൽ അതിനെ അറിയണം. താത്വികമായുള്ള അറിവിനെയാണ് ഇവിടെ പറയുന്നത്. അല്ലാതെ ലോകത്തിലുള്ള എല്ലാ വിഷയങ്ങളും അനുഭവിച്ചിട്ട് പിന്നെ ബ്രഹ്മത്തിനെ അറിയുക എന്നുള്ളതല്ല. രണ്ട് കാര്യങ്ങളാണ്. ചിലർ പറയും ആദ്യം ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കുക, അതിന്റെ സുഖദുഃഖങ്ങളൊക്കെ അറിയുക, അതിൽ വിരക്തി വരിക, പിന്നെ സന്യാസിയാവുക. ഗതികെട്ട സന്യാസം എന്ന് പറയുന്നത്
പിന്നെ വേറെ എന്തിനും കൊള്ളാതിരിക്കും, പിന്നെ അവസാനം സന്യാസിയായി കളയും. അതന്നെ ഇവിടെ ഉദ്ദേശിക്കുന്നു. അറിഞ്ഞിട്ട് ഉപേക്ഷിക്കാമെന്ന് പറയുമ്പോൾ തന്നെ അവിടെ തത്വഗ്രഹണമാണ് മുഖ്യം. ആ തത്വഗ്രഹണം ഒരാൾക്ക് അതിന് ശേഷി എപ്പോഴുണ്ടോ അപ്പോൾ അതാണ്. അതിന് ഗൃഹസ്ഥാശ്രമമൊന്നോ മറ്റേതെങ്കിലും ആശ്രമമൊന്നുള്ള ആശ്രമവുമായിട്ട് ബന്ധമൊന്നുമില്ല. താത്വികമായി ഇതിനെയൊക്കെ ഗ്രഹിക്കുക. അങ്ങനെ ഗ്രഹിക്കുമ്പോൾ മനസ്സിലാവും എന്താണ് പരമാർത്ഥ സത്യം വിജ്ഞേയം ബ്രഹ്മ ഏകം തദ്വർജയിത്വ. അത് ഉപേക്ഷിച്ച് അത് വിട്ടിട്ട് ബാക്കിയുള്ളതെല്ലാം എന്താണ്? ബാക്കിയുള്ള അറിയുന്നത് സ്വീകരിക്കാൻ വേണ്ടിയിട്ടില്ല. ഇതിനെയൊക്കെ അറിഞ്ഞ് സ്വീകരിക്കാൻ വേണ്ടിയിട്ടില്ല. നമ്മൾ അറിയാമെന്ന് പറയുമ്പോൾ എന്താ ധരിക്കുന്നത്? ഗാർഹസ്ഥ്യത്തെ അറിയണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അങ്ങനെ പറയുന്നുണ്ട്. അതിനെ അറിയാമെന്ന് പറഞ്ഞാൽ ത്യാഗത്തിന് വേണ്ടിയുള്ള അറിവാണ് അവിടെ ആവശ്യം, അല്ലാതെ അതിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടല്ല. ഭിക്ഷുവിനെ സംബന്ധിച്ച് പറയും അത് അറിയണം എന്താണ്. പക്ഷെ ഒരു കൂട്ടർ എന്ത് ചെയ്യുന്നു? അറിയാതെ അതിനെ സ്വീകരിക്കുന്നു, എന്നിട്ട് അതിന്റെ ഗുണദോഷങ്ങൾ അനുഭവിക്കുന്നു. അത് ഭിക്ഷുവിന്റെ മാർഗമല്ല. ഭിക്ഷുവിന്റെ മാർഗം എന്ന് പറയുന്നത് എന്താണ്? ത്യജിക്കാൻ വേണ്ടി അതിനെ അറിയുന്നു. അവിടെ സ്വീകാര്യമില്ല, സ്വീകരിക്കുന്നില്ല. മറ്റവൻ അറിയാതെ അതിനെ സ്വീകരിക്കുന്നു, അപ്പൊ അവിടെ ത്യാഗം സംഭവിക്കുന്നില്ല. ഭിക്ഷുവിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഗാർഹസ്ഥ്യത്തിന്റെ ത്യാഗമാണ് സംഭവിക്കുന്നത്. എന്തുകൊണ്ട്? അവനതിനെ അറിയുന്നു. അറിഞ്ഞാൽ പിന്നെ സ്വീകരിക്കേണ്ട ആവശ്യമില്ല. അതിന്റെ അറിവ് തന്നെ ത്യാഗം. അതുപോലെ ലൗകികമായ അതൊരു ഉദാഹരണമായി ഞാൻ പറഞ്ഞാണ്. ലൗകികമായ വിഷയങ്ങളെ സംബന്ധിച്ചല്ല, അറിഞ്ഞിട്ട് സ്വീകരിക്കുകയല്ല, അറിവ് തന്നെ ത്യാഗം. അവിടെ സ്വീകരിക്കേണ്ട ഒന്നേ ഉള്ളൂ. എന്താണ്? പരമാർത്ഥ സത്യം വിജ്ഞേയം ബ്രഹ്മ ഏകം. അത് മാത്രമേ അവന് ഇതിലെല്ലാത്തിനും ഗ്രഹിക്കാനുള്ളൂ. ഇതിന്റെ എല്ലാം സാരമായിരിക്കുന്ന അത് മാത്രം. അത് മാത്രമേ പരമാർത്ഥ തത്വമായിട്ടുള്ളൂ. അങ്ങനെ ആ ബ്രഹ്മത്തെ അവൻ അറിഞ്ഞ് സ്വീകരിക്കുന്നു. ബാക്കിയുള്ളതല്ലോ ഉപലംഭനം, ഉപലംഭോ, അവിദ്യ, കൽപ്പന മാത്രം. അതിനെല്ലാം അവൻ അറിയുന്നു. ത്യജിക്കാൻ വേണ്ടി ആ ത്യാഗം എങ്ങനെയാണ്? ത്യാഗം എന്ന് പറയുന്നത് നമ്മൾ ധരിക്കുന്ന പോലെ എന്തിനെങ്കിലും വലിച്ചെറിയുകയല്ല. ഇവിടെ ഒന്നും വലിച്ചെറിയാനില്ല. ആ ത്യാഗം കേവലം വിവേകത്തിൽ സംഭവിക്കുന്നതാണ് ത്യാഗം എന്ന് പറയുന്നത്. ബാഹ്യമായി സ്വീകരിക്കുന്നുമില്ല, ബാഹ്യമായി ത്യജിക്കുന്നുമില്ല. അവനതിനെ തിരിച്ചറിയുന്ന എന്താണിത്? അവിദ്യ, കൽപ്പന മാത്രം. ഇതിനൊരു മായാമോഹം എന്ന് തിരിച്ചറിഞ്ഞാൽ മതി. അങ്ങനെ തിരിച്ചറിയുന്നവൻ പിന്നെ എന്തിനതിനെ സ്വീകരിക്കണം? സ്വീകരിക്കാതെ പിന്നെ എന്തിനാണ് ത്യജിക്കുന്നത്? സ്വീകരണമുള്ളിടത്തെ ത്യാഗമുണ്ട്. അപ്പൊ ഭിക്ഷുവിന്റെ ത്യാഗം എന്ന് പറയുന്നത് എന്താണ്? സ്വീകരിച്ചിട്ടുള്ള ത്യാഗമല്ല. അത് അവന്റെ വിവേകം മാത്രമാണ്, ബോധം മാത്രമാണ്. ഈ സാധനങ്ങൾ ഉൾപ്പെടെയുള്ളത് ഇത് എന്റെ വിവേകത്തിൽ അതിന്റെ ത്യാഗം അവന് സഹജമായി സംഭവിക്കുന്നു. അതുകൊണ്ട് തന്നെ അവന് സ്വീകരിച്ചിട്ട് ഉപേക്ഷിക്കേണ്ടി വരുന്നില്ല, ഉപേക്ഷിച്ചിട്ട് സ്വീകരിക്കേണ്ടിയും വരുന്നില്ല. രണ്ടും സംഭവിക്കുന്നില്ല. ചിലരങ്ങനെ പറയും എന്താണ്? ഉപേക്ഷിച്ചിട്ട് സ്വീകരിക്കുക. ഉപേക്ഷിച്ചിട്ട് സ്വീകരിക്കുക സാധ്യമല്ല. സ്വീകരിച്ചിട്ട് ഉപേക്ഷിക്കുക എന്ന് പറയുന്നതും ആവശ്യമില്ലാത്തതാണ്. അപ്പൊ ത്യാഗത്തിന്റെ അർത്ഥം എന്താണ്? അവിദ്യ, കൽപ്പന മാത്രം എന്ന് തിരിച്ചറിയുക. അതാണ് ഇവിടെ പറഞ്ഞ ഉപലംഭം. പ്രഥമത ഇവിടെ പറയുന്നത് മുഖ്യമായിട്ട് ഈ വിവേകം വേണം. എന്താണ് ത്യാജ്യം എന്ന് പറയുന്നത്? എന്താണ് ഗ്രഹിക്കുക, ത്യജിക്കുക എന്ന് പറയുന്നത്? ഭിക്ഷുവിന്റെ ത്യാഗം.
അതവൻ തിരിച്ചറിയുന്നു. അവനെ സംബന്ധിച്ചിടത്തോളം ഗ്രഹിക്കാൻ ഒന്ന് മാത്രമേ ഉള്ളൂ, വിജ്ഞേയം ബ്രഹ്മ ഏകം. വർജയിത്വ അതൊഴികെ ബാക്കിയുള്ളതെല്ലാം കേവലം അവിദ്യാകൽപ്പന എന്നറിയുന്നു. അവിദ്യാകൽപ്പന എന്നറിഞ്ഞുകൊണ്ടാണ് അവൻ എല്ലാ സാധനങ്ങളിലും മുഴുകുന്നു, എല്ലാ സാധനങ്ങളിലും ഏർപ്പെടുന്നു. അവന്റെ ബാഹ്യമായ പ്രവൃത്തികളും അന്തർമുഖമായ സാധനങ്ങളും എല്ലാം ഇത് കൽപ്പന എന്നുള്ള ധാരണയിലാണ്. എന്ന് പറയുമ്പോൾ മുമ്പ് പറഞ്ഞു എന്താണ് ബന്ധമോക്ഷങ്ങൾ കൽപ്പിതങ്ങളാണെന്ന് പറഞ്ഞു. ബന്ധമോക്ഷങ്ങൾ കൽപ്പിതങ്ങളാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെ അതിനെ കൽപ്പനയായി കണ്ടുകൊണ്ട് തന്നെയാണ് അവൻ മോക്ഷത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത്. കൽപ്പിതമായ ബന്ധത്തെ അപേക്ഷിച്ച് കൽപ്പിതമായ മോക്ഷം. കൽപ്പിതമായ ബന്ധമില്ലെങ്കിൽ പിന്നെ കൽപ്പിതമായ മോക്ഷമില്ല. പക്ഷെ ഇപ്പോൾ കൽപ്പിതമായ ബന്ധം നിലനിൽക്കുന്നുണ്ടല്ലോ. അത് നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ കൽപ്പിതമായ ബന്ധത്തിൽ നിന്ന് അവന് കൽപ്പിതമായ മോക്ഷം ആവശ്യമാണ്. എന്ന് പറയുമ്പോൾ എന്താണ്? തന്റെ അനുഭവം, പരമാർത്ഥമായുള്ള തന്റെ അനുഭവം യഥാർത്ഥത്തിൽ തനിക്ക് എങ്ങനെ അനുഭവപ്പെട്ടാലും ശരി, ആ അനുഭവത്തിനപ്പുറം അവൻ എന്ത് ചെയ്യുന്നു? അതിന്റെ തത്വത്തെ മനസ്സിലാക്കുന്നു, അതിന്റെ തത്വത്തെയും ഗ്രഹിക്കുന്നു, എന്നിട്ട് അതിന്റെ നിവൃത്തിക്ക് വേണ്ടി പരിശ്രമിക്കുന്നു. അത് അസത്യമാണെന്നറിഞ്ഞുകൊണ്ട് തന്നെ. ഒരു ഉദാഹരണം പറഞ്ഞാൽ, പ്രപഞ്ചം സത്യമാണെന്നാണ് അനുഭവം, യഥാർത്ഥമാണെന്നാണ് അനുഭവം. ആ അനുഭവം മാറുന്നില്ല. മാറാതിരിക്കുക തന്നെ അതിന്റെ തത്വത്തെ ഗ്രഹിക്കുന്നതിന് പ്രയാസമുണ്ട്. അതിന്റെ പരമാർത്ഥം ഇന്നതാണെന്നും ബോധിക്കുന്നു. പരമാർത്ഥം എന്താണ്? ഇത് 3 കാലത്തിന് ഇതിന് നിലനിൽപ്പുള്ളതല്ല എന്നും ബോധിക്കുന്നു. എന്ന് വിചാരിച്ച് ഇതിന്റെ അനുഭവത്തിന് എന്തെങ്കിലും മാറ്റമുണ്ടോ? ഇല്ല. അനുഭവം നിലനിൽക്കുന്ന ഒരു സ്ഥലത്ത് തത്വബോധവും നിലനിൽക്കുന്നു. അപ്പോൾ ബന്ധമോക്ഷങ്ങളെ എങ്ങനെ തിരിച്ചറിയുന്നു? ഇത് പരമാർത്ഥത്തിലുള്ളതല്ല, എന്നാലും അതിന്റെ അനുഭവത്തിൽ നിൽക്കുന്നു. പരമാർത്ഥത്തിൽ ഈ ബന്ധമുള്ളതല്ലെങ്കിൽ ഇതിൽ നിന്നുള്ള ഒരു മോക്ഷവും പരമാർത്ഥത്തിലുള്ളതല്ല. പക്ഷെ എന്നാലും മോക്ഷത്തിനുള്ള ആഗ്രഹം നിൽക്കുന്നു, അവൻ മുമുക്ഷുവായിരിക്കുന്നു. അപ്പോൾ ഇത് രണ്ടും നിൽക്കുകയാണ്. ഇതിനവൻ സ്വന്തം അനുഭവത്തിന്റെ നിലയിലല്ല ഇതിനെ വിലയിരുത്തുന്നത്, മറിച്ച് താത്വികമായിട്ടാണ്. ആണ് തത്വഗ്രഹണം എന്ന് പറയുന്നത്. അതിന് വാസ്തവ യഥാർത്ഥ അനുഭവമായിട്ട് ബന്ധമൊന്നുമില്ല, മറിച്ച് യഥാർത്ഥ അനുഭവത്തിന് വിരുദ്ധമാണ് താൻ. പക്ഷെ അതിനെ അവൻ തത്വമായി അംഗീകരിക്കുന്നു. തത്വമായി അംഗീകരിച്ചുകൊണ്ട് ഈ കാൽപ്പനികമായ ഈ സത്യത്വബോധം, പ്രപഞ്ച സത്യത്വബോധം, അതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. ആ ബോധത്തിൽ നിന്ന് അവൻ മുക്തനാകാൻ ശ്രമിക്കുന്നു. അതാണ് ഇതിന്റെ പ്രയോജനം എന്ന് പറയുന്നത്. വാസ്തവികമായ അനുഭവം ഒന്ന്, തത്വബോധം മറ്റൊന്ന്. അവൻ വാസ്തവികമായ അനുഭവത്തിലല്ല അവന്റെ പ്രവൃത്തി, തത്വബോധത്തിലാണ്. വാസ്തവികമായ അനുഭവം എന്ന് പറയുന്നത് അവന് സഹജമായി ഒന്നാണ്, അവന്റെ പ്രകൃതി തന്നെ അവന് കൊടുത്തതാണ്. ഇതൊക്കെ സത്യമാണെന്നുള്ള അനുഭവം അവനുണ്ടാക്കിയെടുത്തതല്ല. തത്വബോധം അങ്ങനെയല്ല, അവന് ഗുരുപദേശം കൊണ്ടും ശാസ്ത്രശ്രവണം കൊണ്ടും ഉണ്ടായതാണ്, അതവൻ ആർജിച്ചതാണ്. അപ്പൊ അതിന്റെ മൂല്യത്തെക്കുറിച്ച് അവന് ബോധമുണ്ട്. അതിൽ നിന്നുമുണ്ട്, ആ തത്വബോധത്തിൽ നിന്നുകൊണ്ട് അവന്റെ സഹജമായ ഈ പ്രപഞ്ച സത്യത്വ ബോധത്തെ അവൻ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നു. അതാണ് ഇതിന്റെ പ്രയോജനം. ഇത് അവിദ്യാകൽപ്പന മാത്രമാണെന്ന് അവൻ സ്വയം ബോധിക്കാൻ ശ്രമിക്കുന്നു. അതുകൊണ്ടിത്
പരമാർത്ഥം ഇന്നതാണെങ്കിൽ പിന്നെ ഇതിന്റെയൊക്കെ ആവശ്യമുണ്ട് എന്നുള്ള ചോദ്യത്തിന് സമാധാനമാണ് ഈ പറഞ്ഞത്. അതിനാണ് വിവേകം എന്ന് പറയുന്നത്. നമ്മുടെ അനുഭവത്തിൽ വരുന്ന ഈ പരമാർത്ഥത്തെ വിവേകം കൊണ്ടേ നിഷേധിക്കാൻ പറ്റും. വിവേകം കൊണ്ട് നിഷേധിക്കുക എന്ന് പറയുന്നതാണ് ഇതിന്റെ പ്രയോജനം. അതുകൊണ്ട് ഇത് രണ്ടും പറയുന്നു. ഹേയ ആപ്യപാക്യേഷു ത്രിഷ്വപി സ്മൃതവും. ഹേയാപ്യപാക്യങ്ങൾ ഈ മൂന്നെണ്ണം, ജാഗ്രത സ്വപ്നാദി ഈ ഹേയങ്ങൾ, ആപ്യങ്ങളായിരിക്കുന്ന ശ്രവണമനന നിധ്യാസനങ്ങൾ, വാക്യങ്ങളായിരിക്കുന്ന ഈ അന്തർമുഖമായ കഷായ പചനം, ഇതെല്ലാം ഏർപ്പെട്ടിരിക്കുന്ന ഒരുവൻ തന്നെ. ത്രിഷ്വപി ബ്രഹ്മവിത്തുക്കളുടെ അഭിപ്രായം ഇതിനെ സംബന്ധിച്ച് എന്താണ്? ഇതിലെല്ലാം അവൻ വളരെ ഗൗരവമായി പ്രവർത്തിക്കുമ്പോൾ തന്നെ അവനിത് അറിയുന്നു എന്താണ്? അവിദ്യ കൽപ്പന മാത്രം, കേവലം കൽപ്പന മാത്രമാണ്. എന്നാൽ തനിക്കിതിൽ ഇടപെടാതിരിക്കാൻ നിവൃത്തിയില്ല. അത് അനുഷ്ഠിക്കാതിരിക്കാൻ അനുഷ്ഠിക്കാൻ നിർബന്ധിതനായിരിക്കുന്നു. അനുഷ്ഠിക്കാതിരിക്കാൻ കഴിയുന്നില്ല. അന്ന് പറയുന്നതിന്റെ ചുരുക്കം എന്താണ്? എന്ത് സാധന അനുഷ്ഠിച്ചാലും ശരി, നമ്മുടെ നിലയ്ക്കനുസരിച്ച്, യോഗ്യതയ്ക്കനുസരിച്ച്, താൻ നിൽക്കുന്നിടത്ത് നിന്നുകൊണ്ട്, അതേറ്റവും ലഘുവായ സാധനമായിരിക്കാം, ഒരുവന്റെ ദൃഷ്ടിയിൽ, അല്ലെങ്കിൽ ഈ ഉന്നതമായ നിലയിൽ നിന്ന് നോക്കുമ്പോൾ അത് നിസ്സാരമായിരിക്കാം. എന്തായാലും ശരി, ഈ തത്വത്തെ അറിഞ്ഞു വേണം അത് ചെയ്യാൻ. എന്താണ് ആ തത്വം? ബ്രഹ്മേകം വർജയിത്വ ഉപലംഭം. ആ പരമാത്മസത്യം ഒഴികെ ബാക്കി സംഭവിക്കുന്നത് മുഴുവൻ ഈ അവിദ്യ കൽപ്പനയിലാണ്. എന്ന് പറഞ്ഞല്ലോ, ഇതെല്ലാം നിലനിൽക്കുന്നത് ആ തുരീയ സ്പന്ദനം എന്നുള്ള നിലയ്ക്കാണ്, തുര്യനായിട്ടല്ല. മുമ്പത് വിശദീകരിച്ചാണ്. എന്നാ പരമാർത്ഥ സത്യത ത്രയാണ്. ഇതറിഞ്ഞിട്ട് ചോദിക്കുമല്ലോ, ഇത് ബ്രഹ്മമാണ് സത്യം, ബാക്കിയെല്ലാം കൽപ്പന എന്ന് പറയും, എന്നാലും നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കേണ്ടി വരുന്നു, നിങ്ങളുടെ ശരീരം നിങ്ങൾക്ക് സംരക്ഷിക്കേണ്ടി വരുന്നു, ഇതെല്ലാം കൽപ്പനയെന്നറിഞ്ഞിട്ട് ഇതിലൊരു വൈരുദ്ധ്യമില്ലേ? നിങ്ങൾ തത്വം പ്രസംഗിക്കുന്നു, ഇത് മാത്രമല്ല ചെയ്യുന്നത്. ഭക്ഷണം കഴിക്കുകയും ശരീരം സംരക്ഷിക്കുകയും തത്വം പ്രസംഗിക്കുകയും മാത്രമല്ല ചെയ്യുന്നത്. ഇത് കൽപ്പനയെന്നറിഞ്ഞുകൊണ്ട് ഈ കൽപ്പനയെ നിവർത്തിപ്പിക്കുന്നതിനുള്ള ഇതിലും മുഖ്യമായ എല്ലാ പ്രവൃത്തികളും ചെയ്യുന്നു. ഇത് മാത്രം. ബാഹ്യമായി ഇത്തരം പ്രവൃത്തികൾ ചെയ്യുമ്പോൾ ആന്തരികമായും ഈ കൽപ്പന ആണെന്നറിഞ്ഞുകൊണ്ട് തന്നെ കൽപ്പനയെ നിവർത്തിപ്പിക്കുന്നതിനുള്ള എല്ലാ അനുഷ്ഠാനങ്ങളും ചെയ്യുന്നു. അത് മാത്രമാണ്. ബാഹ്യമായി കാണുന്ന ഇതൊക്കെയുള്ളൂ. ആന്തരികമായി മറ്റൊരാൾക്ക് കാണാൻ കഴിയില്ല. അതെല്ലാം നടക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൽപ്പനയെന്ന് കരുതി ചെയ്യുന്നതാണ്. എല്ലാം ഇത് കൽപ്പനയായി വരുമ്പോൾ ഈ എല്ലാ കർമ്മങ്ങളിലും ഒരേ തത്വം തന്നെ, ഒരേ തത്വത്തെ ആശ്രയിച്ചിട്ടാണ് എല്ലാ കർമ്മങ്ങളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അറിയാതെ. അതുകൊണ്ട് തന്നെ ഇതിലൊരു തത്വവൈരുദ്ധ്യവുമില്ല. താൻ ഗ്രഹിക്കുന്ന തത്വവും തന്റെ ബാഹ്യമായോ ആന്തരികമായുള്ള വ്യാപാരങ്ങളുമായി വിരോധവുമില്ല. ഇതെല്ലാം ഒരു തത്വദൃഷ്ടി തന്നെയാണ് നടക്കുന്നത്. അദ്വൈത തത്വവുമായിട്ട് ഇതിനൊന്നും യാതൊരു വിരോധവും വരുന്നില്ല എന്നർത്ഥം. അത്
ഇതൊക്കെ ഉപദേശിച്ച ആചാര്യന്മാർക്ക് അതും അറിയാമായിരുന്നു എന്ന് നമ്മൾ അത്രയും ധരിക്കും. ആ തത്വദൃഷ്ടിയിലാണ് ഇതിവിടെ പറയുന്നത്. പരമാർത്ഥ സത്യത ത്രയാണ്. ഇവയ്ക്കൊന്നിനും പരമാർത്ഥ സത്യത ഇല്ല എങ്കിലും ഇതിന്റെ മാർഗത്തിൽ ഇതിനെല്ലാം ആശ്രയിച്ചുകൊണ്ട് തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ ഗ്രാഹ്യമായിട്ടുള്ളത് വിജ്ഞേയമായിട്ടുള്ളത് ഒന്നിനെ മാത്രം അവലംബിച്ചുകൊണ്ട് ബാക്കിയുള്ള എല്ലാത്തിന്റെയും വഴി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് അജാതിയുടെ നിലപാട്. അജാതവാദത്തിന്റെ നില അതാണ്. ഹേയ ജ്ഞേയ ആപ്യപക്യാനി വിജ്ഞേയാന്യഗ്രയാണത തേഷാം അന്യത്ര വിജ്ഞേയാത് ഉപലംഭത്രിഷു സ്മൃത. പ്രകൃത്യ ആകാശവത് ജ്ഞേയാ സർവേ ധർമ്മ അനാദയ വിദ്യതേ നഹി നാനാത്വം തേഷാം ക്വചന കിഞ്ചന. പരമാർത്ഥതസ്തു പ്രവൃത്തിയ സ്വഭാവത ആകാശതുല്യ സൂക്ഷ്മ നിരഞ്ജന സർവഗത ത്വഹി സർവേ ധർമ്മ ആത്മനോ ജ്ഞേയ മുമുക്ഷുഭി അനാദയോ നിത്യാഹ. ഇങ്ങനെ ഒരു തത്വത്തെക്കുറിച്ച് പറയുമ്പോൾ പൊതുവെ എല്ലാവരുടെയും പ്രതികരണം ഇതാണ്. പറയുന്ന കാര്യമൊക്കെ ശരി, ഈ പറയുന്ന കാര്യം ഈ പറയുന്ന ആളിന് കൊള്ളാം, കേൾക്കുന്ന എനിക്കിത് പറ്റിയതല്ല എന്നാണ് പൊതുവെ എല്ലാവരും പറയുന്നതാണ്. കാര്യമൊക്കെ കൊള്ളാം ശരി, പക്ഷെ തനിക്കിത് പറ്റത്തില്ല എന്നാണ്. എന്നിട്ട് സ്വയം അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ്. ഇവിടെ ചോദിക്കുന്നത് മുമുക്ഷുവാണോ എന്നാണ്. ഇവിടെ ശ്രോതാവായിരിക്കുന്നവൻ മുമുക്ഷുവാണോ എന്നാണ്. മുമുക്ഷുവാണെങ്കിൽ ഈ ഉപദേശം സർവർക്കും തുല്യമാണ്. അതിൽ നിന്ന് ആർക്കും ഒഴിഞ്ഞു മാറാൻ പറ്റത്തില്ല. ഇതെനിക്ക് പറ്റിയതല്ല എന്ന് പറഞ്ഞ് ആർക്ക് സ്വയം മാറാൻ അവസരമില്ല. എന്തുകൊണ്ട്? ഇത് ഉപദേശിക്കുന്നവനും കേൾക്കുന്നവനും ഒരേ പ്രകൃതി തന്നെ. പരമാർത്ഥ വസ്തു പ്രകൃത്യ സ്വഭാവത. അവന്റെ സ്വഭാവം, അവന്റെ യഥാർത്ഥ രൂപം, അതിനെന്താ മാറ്റമുള്ളത്? അജ്ഞനായാലും ശരി, വിജ്ഞനായാലും ശരി, വക്താവായാലും ശരി, ശ്രോതാവായാലും ശരി, ഇവിടെ എന്താ വ്യത്യാസമുള്ളത്? തത്വം ഒന്നാണല്ലോ. ആകാശവത് തുല്യ. ആകാശം എങ്ങനെയാണോ ഏകമായിരിക്കുന്നത്, ആകാശത്തിൽ പിന്നെ പല ആകാശങ്ങൾ വരുന്നത് പോലെ ഇത് തത്വം ഒന്നല്ലേ. ഈ തത്വത്തെ സംബന്ധിച്ച് ഇത് ഒരാൾക്ക് ഗ്രാഹ്യമാണ്, വേറൊരാൾക്ക് ത്യാജ്യമാണ്, എങ്ങനെ പറയാൻ പറ്റും? എന്ന് പറഞ്ഞാൽ ഈ തത്വത്തിന് ഒരാൾ അധികാരിയാണ്, വേറൊരാൾ അനധികാരിയാണെന്ന് എങ്ങനെ വിവേചിക്കാൻ പറ്റും? അങ്ങനെ വിവേചിക്കുന്നത് ശരിയല്ല. സർവരും ഇതിന് അധികാരികളാണ്. ഈ തത്വം ബോധിപ്പിച്ചാൽ ആർക്കാണ് ഇത് ബോധിക്കാത്തത്? ഈ തത്വത്തെ ബോധിപ്പിച്ചാൽ സർവരും ബോധിക്കുന്നുണ്ട്. പക്ഷെ തന്റെ ബോധത്തെ സ്വയം താൻ നിഷേധിക്കുന്നു. അത് മാത്രമേ സംഭവിക്കുന്നുള്ളൂ. തന്റെ ബോധത്തെ താൻ അംഗീകരിക്കുന്നില്ല. അവിടെയാണ് ആ നിഷേധം
അംഗീകരിക്കാതിരിക്കുക, അത് ഒഴിവാക്കണമെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ആകാശവ് തുല്യ സൂക്ഷ്മ നിരഞ്ജന സർവഗതത്വൈഹി സർവേ ധർമ്മ ആത്മാനഃ. ധർമ്മം എന്ന് പറഞ്ഞാൽ ഇവിടെ ആത്മാവെന്നർത്ഥം. സർവാത്മാക്കളും ശ്രോതാക്കളോട് പറയുകയാണ്, എല്ലാം എന്താണ്? സൂക്ഷ്മമാണ്. അത് കൂടുതൽ ഇതിനെക്കുറിച്ച് എന്താ പറയുന്നത്? ബ്രഹ്മജ്ഞാനി സൂക്ഷ്മമാണ്, ആത്മാവാണ്, താൻ അജ്ഞാനിയാണ്. അങ്ങനെയല്ല, സർവരും സൂക്ഷ്മമാണ്, സൂക്ഷ്മമായ തത്വമാണ്. നിരഞ്ജനം, അഞ്ജനങ്ങൾ, ദോഷങ്ങളൊന്നും ഇല്ലാത്തതാണ്, കറകളൊന്നും ഇല്ലാത്തതാണ്. അല്ലെങ്കിൽ അജ്ഞാനമാകുന്ന ഏറ്റവും വലിയ കറ അതില്ലാത്തതാണ് സർവരും. ഇത് പറയുമ്പോൾ ഏതൊരാൾക്കാണിത് മനസ്സിലാകാത്തത്? ആരാണിത് ഗ്രഹിക്കാത്തത്? ഗ്രഹിക്കുന്നു, അടുത്ത നിമിഷം അവനെ താൻ എന്തിനാണ് ഗ്രഹിച്ച അവനെ തന്നെ നിരാകരിക്കുന്നു. അത്രേ സംഭവിക്കുന്നുള്ളൂ. അത് പാടില്ല എന്നാണ് പറയുന്നത്. സർവഗതത്വൈഹി, സർവഗതമാണ്, സർവവ്യാപിയാണ്. സർവഗതം എന്ന് പറയുമ്പം അതുകൊണ്ട് തന്നെ ഏകമാണ്. എന്നിട്ട് താൻ അജ്ഞൻ, അന്യൻ, ജ്ഞാനി എന്നിങ്ങനെ കൽപ്പിക്കുകയാണ്. സ്വയം ജ്ഞാനസ്വരൂപമായിരിക്കുന്നവനാണ് തന്നെ അജ്ഞനെന്നും മറ്റൊരുവനെ ജ്ഞാനിയെന്നും കൽപ്പിക്കുന്നു. അത് ശരിയല്ല എന്നാണ് ഇവിടെ പറയുന്നത്. സർവവ്യാപിയായിരിക്കുന്നു. അതാര്? സർവേ ധർമ്മ ആത്മാനഃ. ഞാൻ വേറെ, ഞാൻ വേറെ എന്ന് കരുതുന്ന ഓരോരുത്തരും, ഞാൻ അജ്ഞനാണ് എന്ന് കരുതുന്ന ഓരോരുത്തരും, ആ ഓരോരുത്തരെയും ഉദ്ദേശിച്ച് പറയുകയാണ്. ഇവിടെ ശ്രോതാക്കൾ പലതാണ്. ഓരോ ശ്രോതാവിനെയും അതുകൊണ്ടാണ് സർവേ ധർമ്മ എന്ന് ബഹുവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ആത്മനോ ജ്ഞേയ മുമുക്ഷുവി അനാദയോ നിത്യ. അപ്പൊ മുമുക്ഷു അങ്ങനെയാണ് തന്നെ ഗ്രഹിക്കേണ്ടത്, തന്നെ അജ്ഞനായിട്ടല്ല ഗ്രഹിക്കേണ്ടത്. അനാദിയായി, നിത്യനായി, സൂക്ഷ്മനായി, അജ്ഞാനശൂന്യനായി, നിരഞ്ജനായി, സർവവ്യാപിയായി, ഏകമായി മുമുക്ഷു തന്നെ ഗ്രഹിക്കണം. ഇതാണ് മുമ്പ് പറഞ്ഞ തത്വദൃഷ്ടി. ആ ഗ്രഹണത്തിൽ, ആ ബോധത്തിൽ, ഈ തത്വദൃഷ്ടിയിൽ നിന്നുകൊണ്ട് അനുനിമിഷം നമ്മളെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഈ നിരാകരണം, അതിനാണ് മായ എന്ന് പറയുന്നത്. ഞാനതല്ല, അജ്ഞനാണ്, ബന്ധനസ്ഥനാണ് എന്നുള്ള ഈ മായാപ്രതീതി, ആത്മനിരാകരണം, അതിൽ നിന്നൊരാൾ മുക്തനാകുന്നതിനാണ് ഇവിടെ മുക്തി എന്ന് പറയുന്നത്. ബഹുവചനകൃത ഭേദാശങ്കാം നിരാകുറുവന്നാഹ. ഇവിടെ കാര്യത്തിൽ തന്നെ പറഞ്ഞു സർവേ ധർമ്മ, എല്ലാ ആത്മാക്കളും. എല്ലാ ആത്മാക്കളും ഒന്നും എന്തിനു പറഞ്ഞു? ആത്മാവ് ഒന്നല്ലേ ഉള്ളൂ. അത് വിശദമാക്കാൻ വേണ്ടി പറയുകയാണ്. ആത്മാവ് ഒന്നേ ഉള്ളൂ. പക്ഷെ ഇവിടെ വക്താവും ശ്രോതാവുമായി വേർതിരിഞ്ഞിരിക്കുന്നു. അനേക ശ്രോതാക്കൾ, ഓരോരുത്തരും ഞാൻ ഞാൻ എന്ന് തന്നെ വേറിട്ടറിയുന്നു. ഞാൻ വേറെ, നീ വേറെ എന്നറിയുന്നു. തത്വം ഇതായിക്കൊള്ളട്ടെ, അനുഭവമായിട്ടത് പൊരുത്തപ്പെടുന്നില്ല. ആ മായാപ്രതീതി അത് വിട്ടുമാറുന്നില്ല. അതുകൊണ്ട് അതിന്റെ വാസ്തവം ബോധിപ്പിക്കാൻ വേണ്ടി പറയുകയാണ്. അപ്പൊ നിന്റെ പ്രതീതി എങ്ങനെയോ അതിനനുസരിച്ച് ഉപദേശിക്കുന്നു. അതുകൊണ്ട് സത്യം എന്നുള്ളതല്ല. കൊച്ചന കിഞ്ചന പറയുന്നു. ഒരിക്കലും ഒരു സ്ഥലത്തും, അതാണ് ഒരിടത്തും അല്പം പോലും, അതാണ് കൊച്ചന, ഒരിടത്തും കിഞ്ചന അല്പം പോലും, കിഞ്ചിതാണ് മാത്രമപി തേഷാന്ന വിദ്യതേ നാനാത്വം. നീ നിന്നെക്കുറിച്ച് എന്താണോ ധരിക്കുന്നത് അതാണ് മാത്രം പോലും നിന്നില്ല എന്നാണ് പറയുന്നത്. ആണ് മാത്രമപി തേഷാന്ന വിദ്യതേ.
ഒരുവനത് നിലനിൽക്കുന്നില്ല. എന്ത് ഈ നാനാത്വം, ഈ ഭേദബുദ്ധി, അത് ലേശം പോലും നിലനിൽക്കുന്നില്ല എന്നുള്ള തത്വത്തെ ബോധിപ്പിക്കുകയാണ്. ഈ തത്വത്തെ ബോധിപ്പിക്കുന്നതിന് എന്താണ്, അത് സ്വയം ബോധിക്കുന്നതിന് എന്താ പ്രയാസം? ആ ബോധത്തിൽ നിന്നുകൊണ്ട് ഈ ഭേദത്തെ നിരാകരിക്കുന്നതിന് എന്താണ് വൈഷമ്യം? വാസ്തവത്തിൽ അതില്ല. എന്നാലും ഈ മുമ്പ് പറഞ്ഞ എന്താണ്, രാഗദ്വേഷ മോഹാദി അവയുടെ വാസന സംസ്കാരം അതതിനെ അനുവദിക്കുന്നില്ല. ഇവിടെ ഇത് മാത്രമേ അറിയാനുമുള്ളൂ. മറ്റെന്തെങ്കിലും അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ചെയ്താലും ചെയ്തില്ലെങ്കിലും ഇതൊന്നു മാത്രമേ അറിയാനായി അവശേഷിക്കുന്നുള്ളൂ. ഇതൊന്നും മാത്രം അറിയാനായി അവശേഷിക്കുമ്പോൾ മറ്റുള്ളതെല്ലാം എന്തിനറിയണം? മറ്റുള്ളതെല്ലാം അറിഞ്ഞിട്ട് എന്താ പ്രയോജനം? ഒന്നുമില്ല. അതുകൊണ്ടാണ് ആ ഏകത്വ ബോധത്തെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ബോധിപ്പിക്കുന്നത്. അതിനെ ബോധിപ്പിച്ചിട്ടും മറ്റു പലതിനെ അറിയുന്നു. അപ്പൊ വീണ്ടും അതിനെ തന്നെ ബോധിപ്പിക്കുന്നു. കാരണം അത് മാത്രമേ അറിയേണ്ടതായിട്ടുള്ളൂ. അതുകൊണ്ട് സ്വാനുഭവം, നമ്മളിപ്പോ നമ്മുടെ പ്രകൃതിയെന്ന് കരുതുന്ന അനുഭവം, എന്റെ പ്രകൃതിയാണത് എന്ന് സ്വയം ധരിക്കുന്ന ഈ അനുഭവം, അതിന് അണുമാത്രം ലേശം പോലും അതിന് വാസ്തവത്തിലുള്ള നിലനിൽപ്പില്ല. മറിച്ച് പരമാർത്ഥ പ്രകൃതി, ആ പരമാർത്ഥ പ്രകൃതി അത് ആകാശതുല്യമാണ് എന്ന് ബോധിപ്പിക്കുകയാണ്. മുമ്പ് ചതുഷ്കോടി ജ്ഞാനത്തെക്കുറിച്ച് പറഞ്ഞു. അസ്ഥി നാസ്തി, അസ്ഥി നാസ്തി, ഇതി നാസ്തി, നാസ്തി എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ ചിന്തകന്മാരുകൂടി, അതിന്റെ പരമാർത്ഥത്തെ അറിയാൻ ശ്രമിക്കുന്നവരുകൂടി ഇങ്ങനെ ഏതെങ്കിലും ഒരു ജ്ഞാനകോടിയിൽ അകപ്പെട്ടു പോവുകയാണ്. അതുകൂടെ കണക്കിലെടുത്തുകൊണ്ട് പറയുകയാണ്, അതൊന്നും ലേശം പോലും നിൽക്കാൻ അവകാശമുള്ളവയല്ല. പരമാർത്ഥം ഇതാണ്. ആ പരമാർത്ഥത്തെ ബോധിച്ചുകൊണ്ട് അതിനെ മുഖ്യമായി സ്വീകരിച്ചുകൊണ്ട് മറ്റ് സാധനങ്ങൾ എന്താണോ, അല്ലെങ്കിൽ ലോകവ്യവഹാരത്തിൽ എന്താണോ ഒരുവന് മുമ്പിൽ കരണീയമായി വരുന്ന അതിലേർപ്പെടുക എന്നുള്ളതാണ്. അതാണ് ഇവിടെ ഗ്രാഹ്യമായിരിക്കുന്നത്. പ്രകൃത്യ ആകാശവജ്ഞേയ സർവേ ധർമ്മ അനാദയ വിദ്യത്തെ നഹി നാനാത്വം തേഷാം ക്വചന കിഞ്ചന